സെക്ഷുവലായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്കും നിങ്ങളെ കുറിച്ചും കഥ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സ്ത്രീ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മളോട് ചിലർ പറഞ്ഞിട്ട് ഒരു പണിയും ഇല്ല, ഇങ്ങനെ എന്താ പറയാ, ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇൻസ്റ്റ, FB, യൂട്യൂബ് മൂന്നും ഒരേപോലെ കൊണ്ടുവന്നാണ്. അതിൽ നമ്മൾ ടൈം കണ്ടെത്തി ഓരോ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നല്ല പാടാണ്. ഈ പറയുന്നവരൊന്ന് ചിന്തിക്കണം. അവർക്കൊക്കെ അറിയാം, എന്നാലും ഒരു മനസ്സുഖമില്ലേ കുത്തി നോവിക്കുമ്പോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു എന്തെങ്കിലും വരുമാനത്തിൻ്റെയും കൂടി ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുമല്ലോ. പണ്ടത്തെ പോലെ വെറുതെ കാട്ടിക്കൂടലല്ലോ, അതും കൂടി ചിന്തിക്കണം കേട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഒരു ഏണിങ്സ് ഉദ്ദേശം കൂടി ഉണ്ടാവുമല്ലോ. പൊതുവെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും. മുന്നൊന്നും എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ വട്ടം, പെട്ടെന്ന് തോന്നിയതായിരുന്നു കേട്ടോ യൂട്യൂബും കാര്യങ്ങളൊക്കെ. ഓരോരോ മാറ്റങ്ങൾ നമുക്ക് ലൈഫിൽ ഉണ്ടാവുമല്ലോ, എപ്പോഴും ഒരേപോലെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നവർ അവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ആരാണെങ്കിലും, ബന്ധുക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, ഇനിയിപ്പോൾ ഒരു പരിചയമില്ലാത്ത സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞോളൂ, നോ പ്രോബ്ലം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യും. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും കൂടെ ചിന്തിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്ലേ ക്വീൻ റെഡിയായി ചേട്ടാ. TV കണ്ടിരുന്ന കാര്യം നടക്കില്ല. എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. എന്താ പറയുക, നേരത്തെ പറയാനായിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മളെ പറ്റി തന്നെയല്ല, പൊതുവെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതെല്ലാം എന്തോ വലിയ തെറ്റായിട്ട് കാണുന്ന ആൾക്കാരിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ കൂടുതലും ചിന്തിച്ചിട്ട് കഥ മെനയുന്നതാണ്. അവർ തന്നെ ചിന്തിച്ചിട്ട് നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് അവർ തന്നെ സ്വയം ചിന്തിച്ച് മെനഞ്ഞെടുത്ത് കഥ ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ കഥ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ എനിക്കും നിങ്ങളെക്കുറിച്ചും കഥ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയാതെ സ്വന്തം കാര്യം നോക്കൂ. കുറേ പേര് ഇങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളൊരു ഫോട്ടോ കണ്ട് അവർ തന്നെ വിലയിരുത്തുക, നമ്മൾ ശരിയല്ല. അവർ തന്നെ സ്വയം വിലയിരുത്തുകയാണ്. ഇപ്പോൾ കുറച്ച് മോഡേൺ ഡ്രസ് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇൻസ്റ്റയിലോ FB യിലോ എവിടെയെങ്കിലും ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് ഫേസിലൊരു എക്സ്പ്രഷൻ വന്നാൽ അവർ തന്നെ വിചാരിക്കുക നമ്മളെന്തോ ശരിയല്ല എന്ന്. അങ്ങനെ നമ്മൾ മോശമായിട്ട് ജീവിക്കുന്നവരല്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പം നിങ്ങൾ സ്വന്തം കാര്യം നിങ്ങളുടെ വീട്ടിലുള്ളവരിനെ കുറിച്ചും ചിന്തിച്ച് ജീവിക്കൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് കാലമൊക്കെ മാറിയില്ലേ, കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളും ലൈഫിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണ്ടേ. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾ ഞാൻ പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അവസരത്തിൽ 2-3 കാര്യങ്ങൾ പറയാനായിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. പിന്നെ ഒന്നുകൂടെ പറയാനുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഫേക്ക് അക്കൗണ്ട് പൊതുവെ ആണുങ്ങളാണ് ചെയ്യാറുള്ളത്. ഒരു സ്ത്രീ ഇതിൽ കച്ചകെട്ടി അറിയിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇത് കാണുന്നവരത് മനസ്സിലാക്കും. കുറച്ച് പേരെങ്കിലും യൂട്യൂബിൽ കാണുവാണെങ്കിൽ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഒരു സ്ത്രീ എൻ്റെ ഫോട്ടോസും എൻ്റെ വീഡിയോയൊക്കെ ഇട്ടിട്ട് പല ആണുങ്ങളുമായിട്ട് സംസാരിക്കും. അവരുമായിട്ട് ഭയങ്കര സെക്ഷുവലായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. വളരെ മോശമായിട്ട്. ഒരു സ്ത്രീ ആകുമ്പോൾ ഞാനാണെന്നല്ല വിചാരിക്കുന്നത്. ഞാൻ മുന്നും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റോറി ഇട്ടതിന് ശേഷം ഇപ്പോൾ 2 ദിവസം മുന്നും ഒരു വ്യക്തി കൂടെ പറഞ്ഞു അയാളോട് വളരെ മോശമായിട്ട് വൃത്തികെട്ട രൂപത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ കേൾക്കുന്നവരെന്താ വിചാരിക്കുക, ഞാനാണെന്നല്ലേ വിചാരിക്കുക. സ്ത്രീൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ഞാനാണെന്നല്ലേ വിചാരിക്കുക. അപ്പം നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരുന്നുണ്ട് എന്നാണ്, നമ്മളറിയാത്ത കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ വളരെ മോശമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഇവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇമാതിരി പരിപാടി ചെയ്യുന്നവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിൽ വീഴുന്നവരെ ഒന്ന് ചിന്തിക്കുക, ശ്രദ്ധിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്നെ ആരും തെറ്റിദ്ധരിക്കല്ലോ, എന്നെ മോശമായി കാണല്ലേ എന്ന് അതെനിക്ക് പറയാൻ സാധിക്കും. അല്ലാതെ ഇവരെ നിലയ്ക്ക് നിർത്താനോ ഇവരുടെ സ്വഭാവം മാറ്റാനോ ഇവരെ നേരാക്കാനോ നമ്മളെ കൂടെ സാധിക്കില്ലല്ലോ. ഇത് അറിയുന്നവരൊന്നും നമ്മളെ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ.